ഹായ് ഹലോ, നമുക്കിന്നൊരു ഈസി പൊട്ടറ്റോ കറി ഉണ്ടാക്കിയെടുത്താലോ. അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒന്നാണ്. കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ വയണയില ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 പട്ടയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 4 പച്ചമുളകും ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും 1.5 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വഴണ്ട് വരട്ടെ. ആ സമയത്ത് ഉരുളക്കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം, പച്ചമണം പോകുന്നത് വരെ. അതിലേക്ക് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 3 വലിയ ഉരുളക്കിഴങ്ങാണ്, ഒരു 300 ഗ്രാമോളം വരും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാലയും സവാളയും ഉരുളക്കിഴങ്ങൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ അവരവർക്ക് ആവശ്യമുള്ളതുപോലെ ചേർക്കാം. എനിക്ക് ഇത്രയും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചെറുതായിട്ടൊന്ന് ഞെരടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുക്കർ അടച്ചിട്ട് ലിഡ് ഇട്ട് കൊടുക്കാം. വിസിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒറ്റ വിസിൽ മതിയാകും. നമ്മുടെ കറി റെഡിയാകും. കുക്കർ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് മാഷർ വെച്ച് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. മൊത്തമല്ല, കുറച്ച് മാത്രം. കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി പെട്ടെന്ന് റെഡിയായി. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇനി ഇതുപോലെ നല്ലൊരു ഐറ്റമായിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.